ലീവ് ഉണ്ടെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്താലും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയറുടെ പെർമിഷൻ വേണം. ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യണം. കാരണം നമുക്ക് ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് ഫ്രീഡം ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ആലോചിച്ച് തുടങ്ങി എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ വന്നുള്ളത്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഞാൻ ജോലി നിർത്തുന്ന സമയത്ത് നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, സാലറി കിട്ടുന്നു. ആ ജോലി നിർത്തി ഉള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ 8 മണിക്കൂറിന് പകരം 16 മണിക്കൂറാണ് ആ സമയത്ത് ജോലി ചെയ്യുന്നത്. 16 കൂടുതൽ സാലറി ഇല്ല. അപ്പം അങ്ങനെ ഒരു സ്ട്രഗിളിൽ കൂടെയാണ് 1-1.5 വർഷം കടന്നു പോയത്. അപ്പോൾ ഈ ഒരു ബിസി ലൈഫിൽ നിന്ന് അടുത്ത് നമ്മളിപ്പോൾ ഒരു മിഷൻ സെറ്റ് ചെയ്തിട്ട് ആ മിഷനിലേക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? എൻ്റെ ലൈഫ് വി ക്യാൻ ലീവ് അവർ ഓൺ ടൈംസ്, അല്ലെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ കൺട്രോളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ അതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് ഞാൻ കാണുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് 9 to 5 ജോബിൽ നിന്ന് അതൊക്കെ മാറ്റി ഒരു ബിസിനസ്സിലേക്ക് വന്നുകൊണ്ട് ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കോച്ച് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് 9 to 5 ജോബിൽ നിന്ന് മാറാനായിട്ട് കഴിഞ്ഞത്. സുദേശ് പറയൂ, എങ്ങനെയായിരുന്നു നേരത്തെ ലൈഫ്? ഓക്കെ, ഞാനൊരു എംപ്ലോയി ആയിട്ട് 23 വർഷം ജോലി ചെയ്തു. കേരളത്തിലായിരുന്നു ആദ്യത്തെ 4 വർഷം. പിന്നെ ഇവിടെ കിട്ടുന്ന സാലറി തികയാത്തൊരവസ്ഥ വന്നപ്പോൾ പുറത്ത് ജോലി നോക്കാൻ തുടങ്ങി. അങ്ങനെ കുവൈത്തിൽ ജോലി കിട്ടി. 7 വർഷം കുവൈത്തിലായിരുന്നു. അവിടെ നിന്ന് സിഡ്നി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു 2011. അങ്ങനെ പല ഇൻഡസ്ട്രിയിലും പല കൺട്രിയിലായിട്ട് എംപ്ലോയി ആയിട്ട് 23 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഒരു ഫ്രീഡം വേണം എന്നുള്ളൊരു ഫീൽ വന്നത്. അങ്ങനെ സ്വന്തമായിട്ടൊരു ജോലി എന്നുള്ള രീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ വന്നത്. ആ സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണ് ഉണ്ടായിരുന്നത്? ഈ 9 to 5 നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ മാറുന്ന സമയത്തുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫ്രീഡം ഇല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. അതായത് 2011 ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. 2 വർഷം കഴിഞ്ഞ് ലീവിന് അപ്ലൈ ചെയ്തു. ഏകദേശം ഓണത്തിൻ്റെ സമയത്താണ്. ആ സമയത്ത് നാട്ടിൽ വരണം, ലീവ് അപ്ലൈ ചെയ്തപ്പോഴാണ് മാനേജർ പറയുന്നത് 1 മാസം ലീവ് കണ്ടിന്യൂസ് ആയിട്ട് തരാൻ പറ്റില്ല. കാരണം അവിടെ 1 മാസം ലീവ്, ഒരു 2 വീക്സൊക്കെ ലീവ് കൊടുക്കുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു 2 വീക്ക് ഇപ്പോൾ എടുക്കുക, 2 വീക്ക് ഡിസംബറിൽ ക്രിസ്മസിൻ്റെ സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ടിക്കറ്റ് എടുത്തു, നാട്ടിലേക്ക് വരാനെല്ലാം പ്ലാൻ ചെയ്തു. അനിയൻ കുവൈത്തിലാണ്, അപ്പോൾ അനിയൻ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് വരാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നടക്കില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം അവർ ലീവ് തരില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്ക് ലീവ് ഉണ്ടെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്താലും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയറുടെ പെർമിഷൻ വേണം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യണം. കാരണം നമുക്ക് ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് ഫ്രീഡം ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ആലോചിച്ച് തുടങ്ങി എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ വന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്യാപ്സൂളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റേതെങ്കിലുമൊക്കെ മെൻറ്റർഷിപ്പോ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതെ, ഇതിലേക്ക് വന്നപ്പം എവിടെയാണെന്ന് ടച്ച് ചെയ്തത്, ഇതാണ് എൻ്റെ വഴി എന്ന് മനസ്സിലായത്? ഓക്കെ, ഞാൻ ഒരുപാട് മെൻറ്ററിങ് വേറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ മെൻറ്ററിങ്ങിനും ഓരോ സ്പെഷ്യലായിട്ട് ഓരോ ഏരിയ ഉണ്ടാവും. പക്ഷേ ഞാൻ ഇവിടുത്തെ കാൽസോളിൽ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായി. കാരണം സോഷ്യൽ മീഡിയ ചെയ്യണം, പിന്നെ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യണം, പിന്നെ നമ്മൾ വെബിനാറിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും വീഡിയോ കോൺഫറൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഇവിടെ കിട്ടുന്നൊരു പാക്കേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ വരുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നോ ബാക്കിൽ, ഇത് ക്യാൻസൽ വരുന്നതിന് മുമ്പ്? ഇല്ല ഞാൻ വീഡിയോ ചെയ്യാൻ വളരെ വീക്കായിരുന്നു. വീഡിയോ ഒന്നും ട്രൈ ചെയ്തു, പക്ഷേ തീരെ കോൺഫിഡൻ്റ് ആയിരുന്നില്ല. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ 10 days വീഡിയോ ചലഞ്ച് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ കോൺഫിഡൻസിൽ എത്താനായി? വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോ ചെയ്യുക എന്നുള്ളത് വളരെ സ്ട്രെസ് പിടിച്ചൊരു കാര്യമായിരുന്നു. ചെയ്ത് കുറേ ഫ്രീ ആയിട്ട് മാറി, ഫ്ലെക്സിബിളായിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു ബിസി ലൈഫിൽ നിന്ന് അടുത്ത് നമ്മളിപ്പോൾ ഒരു മിഷൻ സെറ്റ് ചെയ്തിട്ട് ആ മിഷനിലേക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? അതെ. ഈ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് വീഡിയോ കോൺഫറൻസ് വന്നു. പക്ഷേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളൊരു നിഷ്, മൈക്രോ നിഷ്, ഒരു ഡെസിഗ്നേഷൻ, ഒരു ക്ലാരിറ്റി ലോങ് ടൈമിലേക്ക്, ഇതൊക്കെ ഏത് സമയത്താണ് കിട്ടിയത്? ഞാൻ ആദ്യം
എൻ്റെ ഫീൽഡിൽ ഏത് ആളുകൾ സെർവ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ നല്ല ശതമാനം ആളുകൾക്കും 30 വർഷം 25-30 വർഷം വരെ ലോൺ ഉണ്ടാവും വീട് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോൺ പെട്ടെന്ന് തീർക്കാനായിട്ട് നല്ല ശതമാനം ആളുകൾ ഓവർ ടൈം, നൈറ്റ് ഷിഫ്റ്റ്, വീക്കെൻഡ് ജോബ്സ് ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് അസറ്റ് ബിൽഡ് ചെയ്യുക, അതായത് വെൽത്ത് ബിൽഡ് ചെയ്ത് അത് ഫാസ്റ്റായിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പല ആളുകൾക്കും കംഫർട്ടബിൾ അല്ല അത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് ഗൈഡ് ചെയ്ത് അവരെ ആദ്യം ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി അവർ ആ രീതിയിൽ ചിന്തിക്കും, ആ രീതിയിൽ മാറും. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെബിനാർ ചെയ്യാൻ തുടങ്ങി. വെബിനാർ ചെയ്യുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല ആദ്യം, ചെയ്തു. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് ഫ്ലോ മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സോഫാർ ഒരു മോർ ദാൻ 150 വെബിനാർ, ഫ്രീ വെബിനാർ ചെയ്തു. അപ്പോൾ അതിലൂടെ മോർ ദാൻ 1,500 ആളുകൾക്ക് ഈ കൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതേപോലെ ഒരു മോർ ദാൻ 250+ 5-star ഗൂഗിൾ റിവ്യൂസ് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഇത്രയും ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോഫാർ ഒരു 60+ ക്ലയൻറ്റ്സ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി, പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഓൺ ട്രാക്കിലാണെന്ന് എനിക്ക് പറയാം. കാരണം കഴിഞ്ഞൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല സ്ട്രഗിളായിരുന്നു. കാരണം നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ ക്ലയൻസിനെ ചേസ് ചെയ്യുക എന്നുള്ളൊരിതാണ്, നമ്മൾ അങ്ങോട്ട് വിളിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ അതങ്ങനെ ഇല്ല. ഇപ്പോൾ ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. അങ്ങനത്തെ ഒരു നമ്മൾ കാൽച്ചുകളിൽ പറയാനുള്ള അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ള ക്ലയൻസിനെ, അല്ലാണ്ട് ചേസ് ചെയ്യല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെ, കൃത്യമായിട്ട് നമ്മളൊരു ഡിജിറ്റൽ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു. അതായത് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാൽ അത് പോസിബിൾ ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ ഒരു ആശയം ബോധ്യപ്പെടുത്തണമെങ്കിൽ വെബിനാറാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ബോധ്യപ്പെടുത്തിയാലാണ് അടുത്തേക്ക് വരും. ഇപ്പോൾ ഈ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേശ്ശെ നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇനി ഇത്ര വർഷം ഞാൻ ലോൺ അടയ്ക്കണം. അപ്പോൾ അവർ ചിന്തിക്കുമ്പം അവർ പിന്നീട് ഒരു പോയിന്റിൽ മനസ്സിലാവും, ഓക്കെ, ഈ വ്യക്തിയാണ് എനിക്ക് ഗൈഡൻസ് തരാൻ ആപ്റ്റായിട്ടുള്ള ആൾ. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് നടക്കും. നമുക്ക് കുറച്ചുകൂടെ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടാവും, പലരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഫൈനലി നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ഒരാൾക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കുന്നു, അത് കഴിഞ്ഞു. പക്ഷേ ടെസ്റ്റിമോണിയൽസ്, എന്നെ ഗൈഡ് ചെയ്തു അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെ ഒരു ഹൃദയത്തിൽ തൊട്ട ഏതെങ്കിലും ടെസ്റ്റിമോണിയൽസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ക്ലയൻറ്റ്സ് അവർ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നുള്ളൊരു ആശയം അവർക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അവർ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായതും. അവർ ആ വെബിനാർ അറ്റൻഡ് ചെയ്ത ശേഷം അവർ ഡിസിഷൻ എടുത്തു പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നുള്ളത്. അവർ ഏകദേശം 12 വർഷമായിട്ട് ഓസ്ട്രേലിയയിലുള്ള ആളുകളാണ്. പക്ഷേ അവർ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ അവർ കംഫർട്ടബിൾ ആയിരുന്നില്ല. വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വെബിനാർ കണ്ടതിലൂടെ അവരൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഡിസിഷൻ എടുത്തു. അപ്പോൾ അതിന് ശേഷം എൻ്റെ വെബിനാർ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് അവർ ആക്ഷൻ എടുത്തത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നി. കാരണം നമ്മൾ പറഞ്ഞ് കേട്ട ഒരാൾ ആക്ഷൻ എടുത്ത് അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നി എനിക്ക്. ശരിക്കും നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്, ശരിയല്ലേ? അതെ. മീൻസ് നേരത്തെ ചെയ്തിരുന്നതിനേക്കാളും ഇപ്പം ടോട്ടലി നമ്മളെന്നുള്ള വ്യക്തിയിലൊരു വ്യത്യാസം വന്നു, നമ്മുടെ ദൗത്യത്തിൽ വ്യത്യാസം വന്നു. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ടെസ്റ്റിമോണിയൽസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നേരത്തെ ഒരു 9 to 5 ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ഞാൻ ഒരു 2016-17 സമയത്തൊക്കെ എനിക്കൊരു മോനാണുള്ളത്. മോന് ഇപ്പോൾ 15 വയസ്സ്. അപ്പോൾ ആ സമയത്ത് അവൻ 6 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. സ്വിമ്മിങ് കഴിഞ്ഞൊരു ഫ്രൈഡേ സ്വിമ്മിങ് കഴിഞ്ഞ് സാറ്റർഡേ ആകുമ്പോൾ ചെറുതായിട്ട് ചുമയ്ക്കാൻ തുടങ്ങും, പനി അങ്ങനെയൊക്കെയാവും. അപ്പോൾ ലീവ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല ആ സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മൺഡേ വൈഫ് സിക്ക് എടുക്കും മോന് വയ്യാതെ ആകുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ഞാൻ നെക്സ്റ്റ് ഡേ അവന് അത്രയും അസുഖം മാറിയില്ല. അപ്പോൾ രാവിലെ ഞാൻ എന്ത് ചെയ്തു, രാവിലെ പെനഡോൾ കൊടുത്ത് സ്കൂളിൽ വിട്ടു. കാരണം ഞാൻ സിക്ക് എടുക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല, കാരണം ജോലിയിൽ ലീവ് എടുക്കുന്നത് എനിക്ക് അതായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മോനെ സ്കൂളിൽ വിട്ടു. ഞാൻ നേരെ ജോലിക്ക് പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു, അവൻ സിക്കാണോ ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ വിളിക്കാൻ ചെന്നപ്പോൾ അവൻ ആകെ ഛർദ്ദിച്ചു, ആകെ നാശമായി. കാരണം ഈ ജോലി ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഇല്ലാതെ നമ്മൾ കുട്ടികൾ സിക്കാകുമ്പോഴും അവർ സ്കൂളിലേക്ക് വിടേണ്ട ഒരു അവസ്ഥ വരുന്നത് പല ആളുകൾക്കും ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചു, ഇത് ശരിയല്ല, നമുക്ക് നമ്മുടേതായ ഫ്രീഡം വേണം. ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കണം, വൈകുന്നേരം വിളിക്കാൻ അവന് സിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ ടൈം
എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്രീഡമാണ് ഞാനിവിടെ എൻജോയ് ചെയ്യുന്നത്. അതെ, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് മറ്റാരൊക്കെയാണ് നമ്മളെ ത്രെഡ് വിളിച്ചിട്ട് നമ്മൾ കൈ ഉയർത്തുന്നതൊക്കെ അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം നമ്മൾ വെറുതെ അങ്ങ് നിന്ന് കൊടുക്കും. നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ എല്ലാ മൂവ്മെൻറ്റ്സും മറ്റു പലരുമാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇപ്പം ഒരു ലക്ഷ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ തന്നെ പല ആൾക്കാർക്കും പ്രോപ്പർട്ടീസ് വാങ്ങാൻ സഹായിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. പ്രത്യേകിച്ച് അവരുടെ പല ഫിനാൻഷ്യൽ വെൽത്ത് ഡിസിഷൻ എടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് സന്തോഷം തരുന്ന സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ജോലിയും കൂടിയാണ്. പിന്നെ ഇത് നമുക്ക് എപ്പോഴും ചെയ്യാം. നമ്മൾ വീഡിയോസ് നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുകൊണ്ടിരിക്കുക. ഒന്ന് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നിയാൽ ബ്രേക്ക് എടുക്കുക. നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്, ആരുടെ അടുത്തും ചോദിക്കണ്ട. ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാം, ഫാമിലിയോട്ട് ആവശ്യത്തിന് ടൈം കൊടുക്കാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഫാമിലി ആയിരിക്കും കൂടുതൽ നന്ദി പറയുന്നത്, കാരണം അവർക്ക് അത്രയും ടൈം നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ ശരിക്കും 9 to 5 നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൗണ്ടറി ഉണ്ട്, സാലറി പരമാവധി ഇത്ര എമൗണ്ടേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണല്ലോ സാധാരണ. പക്ഷേ ഇങ്ങനെ ഒരു ഫ്രീഡം ബിസിനസ് മോഡൽ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് പരിധി ഇല്ലാത്തൊരു വരുമാനത്തിലേക്കും കൂടെ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഞാൻ ജോലി നിർത്തുന്ന സമയത്ത് നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, സാലറി കിട്ടുന്നു. ആ ജോലി നിർത്തി ഉള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 16 മണിക്കൂറാണ് ആ സമയത്ത് ജോലി ചെയ്യുന്നത്. 16 കൂടുതൽ സാലറി ഇല്ല. അപ്പം അങ്ങനെ ഒരു സ്ട്രഗിൾ കൂടെയാണ് 1-1.5 വർഷം കടന്നു പോയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലയൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സാലറി കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിളായിട്ട് നമുക്ക് ഇൻകം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ രാവിലെ 4 മണിക്ക് നേരത്തെ എണീക്കും. 4 മണി മുതൽ ഒരു സെർട്ടൈൻ ടൈം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എൻ്റെ ലൈഫ് വി ക്യാൻ ലീവ് അവർ ഓൺ ടേംസ്, അല്ലെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ കൺട്രോളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ അതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് ഇൻകം, പണ്ട് എന്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ പൈസ നോക്കണം. ഇപ്പം നമ്മൾ പ്രൈസ് ടാഗ് നോക്കാണ്ട് വാങ്ങിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, സന്തോഷം. അപ്പോൾ നമ്മുടെ കാൽസോളിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ കോൺഫിഡൻസ് കിട്ടി, കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടി, കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി, ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്താൻ പറ്റി. ഏകദേശം എത്ര എമൗണ്ട്സിന് മുകളിലോട്ടൊക്കെ ഇതിനകത്ത് എത്തിയതിന് ശേഷം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും? ഇപ്പം ഞാൻ ഏകദേശം ഇവിടുത്തെ എമൗണ്ട് പറയാനുള്ള 1 CR മേലെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്, വളരെ സന്തോഷം. സോ നമ്മുടെ ഈ ഒരു ജേണി ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എമൗണ്ട്സ് മാത്രമല്ല, നമുക്ക് വളരെയധികം തൃപ്തി തരുന്ന ഒരു കാര്യം കൂടെ എപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ആദ്യം നമുക്കുണ്ടായിരുന്ന അത്രയും സ്ട്രഗിൾ ഇപ്പോൾ ഉണ്ടാവില്ല. ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര നമുക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ പറയുന്നത് ശരിയാണോ, എൻ്റെ വാക്കുകൾ ഭയങ്കരമായിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു നോർമൽ ഒരു സാധാരണ സംഭവമായിട്ട് മാറും. വെബിനാറും അതുപോലെയാണ്. ആൾക്കാരുടെ എണ്ണം കുറയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ നെഞ്ചിടിക്കും, അയ്യോ ഇത്രയും ആൾക്കാരില്ലല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നമുക്കൊരു പേടിയാ. പക്ഷേ ഇത്രയും ഒരു 180 വെബിനാർ ചെയ്ത് കഴിയുമ്പോൾ നോർമൽ തിങ് അല്ലേ? അപ്പോൾ നമ്മൾ യൂസ്ഡ് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ. അപ്പോൾ ഇതുപോലെ ഈ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. ഒരു 9 to 5 നിൽക്കുന്ന ആൾക്കാർ, സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഫാമിലി ടൈം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല, ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും, എന്തായാലും മാറണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരെ നമ്മളൊരു 1, 2, 3 ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ എങ്ങനെ തുടങ്ങണം, എങ്ങനെ പോയാലാണ് അവർക്ക് ഒരു മാറ്റത്തിലേക്ക് ഈ 9 to 5 ജോബിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് ഈ 10 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അച്ചീവ് ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ കഴിയാം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എനിക്ക്. ഈ കമ്മ്യൂണിറ്റിയിൽ വീക്ക്ലി മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അടുത്ത 10 വർഷത്തിനകത്ത് റിട്ടയർ ചെയ്യാം, എങ്ങനെ 9 to 5 ജോബ് ക്വിറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആളുകളെ ഗൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 9 to 5 ജോബ് ക്വിറ്റ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 9 to 5 ജോബ് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ട കോൺഫിഡൻസ് ആണ്. നമുക്ക് ഒരു ക്ലാരിറ്റി വേണം ഏത് പാത്ത് വേയിൽ പോകണം എന്നുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അസറ്റ് ബിൽഡ് ചെയ്യണം. നമുക്ക് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന 9 to 5 ജോബിൽ ഹാപ്പി അല്ല, വേറൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം താല്പര്യമുള്ള ആൾക്കാരെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അതായത് തീർച്ചയായിട്ടും ഇപ്പോൾ മനസ്സിലാവുന്ന നമ്മൾ
ഒറ്റയ്ക്കല്ല, ഇതേ ആവശ്യത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരുള്ള കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാരണം ഓൾറെഡി സുധീഷ് ചെയ്തിട്ടാണ് ഇത് മറ്റുള്ളവർ പറയുന്നത്, അപ്പോൾ ഈസി ആയിട്ട് അവർക്ക് വരാൻ പറ്റും. അതും നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും പ്ലാൻ ചെയ്ത് നമ്മുടെ കൂടെയുള്ള ഈ കൂട്ടത്തിൽ തന്നെ ഒരാൾ 9 to ജോബിൽ നിന്ന് മാറുമ്പോൾ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, അടുത്ത ആൾ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുടെ മനസ്സിൽ ഫയർ, അയ്യോ ഇത്രയും ആൾക്കാർ ജോലി മാറ്റി മാത്രമല്ല ആ കിട്ടിയതിനേക്കാൾ ഇരട്ടി വരുമാനം കിട്ടി. ഇത് കണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ നിൽക്കുമ്പം നമുക്ക് ഫയർ ആവും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. കാരണം നമുക്ക് പെയിൻ ഇവിടെ കിടക്കുകയാണ്. ഇപ്പോഴും ഇതേ സിറ്റുവേഷനിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും പറ്റാത്ത ആൾക്കാർ നിൽക്കുകയാണ്. അപ്പം ഇത്രയും ആൾക്കാർ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറും. അപ്പോൾ ഒരു നിർദ്ദേശം ഇതാണ്, ഇതുപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് കണക്റ്റഡ് ആവുക. ഈ 9 to 5 എന്ന് ക്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സുധേഷിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ആ ട്രാക്കിലേക്ക് കയറാനായിട്ട് നോക്കും. അപ്പോൾ ഇവിടെ സുധേഷ് ഒരു വീഡിയോ കോൺഫിഡൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പ് ഓട്ടോമേഷൻ പഠിക്കാനായിട്ട് വന്നു. ഇത് ചെയ്യുന്നവരുടെ കമ്മ്യൂണിറ്റി വന്നതുകൊണ്ടാണ് ഈ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക്, കാരണം ആദ്യമൊക്കെ നമ്മൾ ക്യാമറയുടെ വരുമ്പോൾ നമുക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. പക്ഷേ ഈ ബാക്കിയുള്ള കൂടെ എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ നമ്മളും അതിലേക്ക് വരുന്നവരാണ്. സോ കമ്മ്യൂണിറ്റിയാണ് ഈ കാലത്ത് ഒരു നല്ല ട്രെയിനിങ് മെറ്റീരിയൽ. ജസ്റ്റ് ഒരു കോഴ്സ് കൊടുക്കുക എന്നുള്ളതിനുപരി ഒരുമിച്ച് ചേർന്ന് പോകുക, അതും ലൈഫ് ടൈം എക്സസ് ആയിരിക്കും. വീക്ക്ലി മീറ്റിംഗ് ഉണ്ട്, കൃത്യമായിട്ടൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കാൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യുക, മുന്നോട്ട് പോവുക. സുധേഷിന് എന്ത് മെസ്സേജാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ കാൽസോൾ മെമ്പേഴ്സിന് ഉണ്ടായിരിക്കാം, ചിലപ്പം അതല്ലാതെ പുറത്ത് നിൽക്കുന്നവരുണ്ടായിരിക്കാം, ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പല ആൾക്കാരും കേൾക്കും, ചിലപ്പോൾ കമൻറ്റ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ എടുത്താലാണ് നമുക്ക് വിജയത്തിലേക്ക് പോവാം. ഇപ്പോൾ 10 days വീഡിയോ ചലഞ്ച് 2 വീഡിയോ ചെയ്യും, 3 ദിവസം ചെയ്യും, അത് കഴിഞ്ഞ് ചെയ്യില്ല. അപ്പോൾ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഉള്ള ആൾക്കാരോട് ആ കാറ്റഗറി എങ്ങനെയാണ് മെസ്സേജ് കൊടുക്കുക? ഇപ്പം ഞാൻ ജോലി നിർത്തുക എന്നുള്ള കാര്യം ഞാൻ 2016 സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തതാണ് 2025 ജോലി നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ പല വഴികളും നോക്കി അവസാനം 2023 സെപ്റ്റംബർ 20 ഞാൻ ജോലി നിർത്തി. ജോലി നിർത്തുന്നതെല്ലാം പെർഫെക്റ്റായിട്ട് നിർത്തിയതല്ല, ഞാൻ വർക്ക് ചെയ്യാം അല്ല ആ രീതിയിലാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് ജോലി നിർത്താൻ ഡിസിഷൻ എടുത്തു, അന്ന് നിർത്തി. അപ്പോഴാണ് നമ്മൾ അടുത്ത വഴികളെക്കുറിച്ച് നോക്കുക. ആ വഴികൾ നോക്കുമ്പോൾ തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക, ആ ആക്ഷൻ എടുത്താൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ കടക്കാൻ പറ്റുള്ളൂ. പല ആൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ ആക്ഷൻ എടുക്കാൻ അവർ കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ കംഫർട്ടബിൾ സോണിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നത്, ശരിക്കും പല ആൾക്കാരുടെയും തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇപ്പം നല്ല തണുപ്പുള്ളൊരു സമയത്ത് കുറച്ച് വിറകുകൾ വെച്ചിട്ടുണ്ട്, നമുക്കൊരു തീ കത്തിക്കണം. തീ കത്തിച്ചാൽ നമുക്ക് ചൂട് കിട്ടും, തണുപ്പ് മാറും. പക്ഷെ ആൾക്കാർ ചിന്തിക്കുന്നത് ആദ്യം എൻ്റെ തണുപ്പ് മാറട്ടെ എന്നിട്ട് ഞാൻ തീ കത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ചില കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചൂട് കിട്ടത്തുള്ളൂ, തണുപ്പ് മാറത്തുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ ശരിക്കും കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ എല്ലാം കംഫർട്ടബിളായി എനിക്ക് നല്ലൊരു ഇൻകം കിട്ടിയിട്ട് ഞാൻ ജോലി വിടാം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ചിലപ്പോൾ ജോലി വിട്ടാലാണ് നിങ്ങൾക്കത് ടച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഗെയിമും കൂടിയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇപ്പോഴും ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ വർഷങ്ങളോളം ആഗ്രഹമുണ്ട്, പോസ്റ്റ്പോൺ ചെയ്ത് ചിലപ്പോൾ അവസാനം തിരിഞ്ഞു നോക്കും, അയ്യോ എൻ്റെ കാലം കഴിഞ്ഞു പോയി, എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്ന് തോന്നുക. പക്ഷേ ഇവിടെ ഈ മൈൻഡ് സെറ്റാണ്. ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് റിയൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് ട്രാക്കിലേക്ക് കയറാനായിട്ടും ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ആദ്യം വെടിവെക്കുക പിന്നെ എയിം ചെയ്യാന്ന്. ആ ഒരു ലെവലിൽ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് ഇറങ്ങി ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ. കാരണം ചിലതിനൊന്നും ഓവറായിട്ട് ചിന്തിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. ചില ആൾക്കാർ ഈ തോട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും, എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് വരുമാനം ഇല്ല, അങ്ങനെയായിരിക്കും. കുറേ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും അവസാനം അവർ അവിടെ തന്നെ നിൽക്കും, അതിനപ്പുറത്തേക്ക് പോകില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു മൈൻഡ് സെറ്റ് ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. വളരെ സന്തോഷം സുധേഷ് ഇത്രയും സമയം സംസാരിച്ചതിൽ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ, ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയട്ടെ, ഒത്തിരി ആൾക്കാർക്ക് അവരുടെ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാനായിട്ടും കൃത്യമായിട്ടൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയട്ടെ, ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിലൊരു പ്രകാശമായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റെന്തെങ്കിലും മെസ്സേജസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനുണ്ടെങ്കിൽ അതോട് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവർ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക്
അസറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളും എംപ്ലോയ്മെൻറ്റ്, അതായത് സാലറി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അധികം ഉണ്ടാവുക. അപ്പോൾ ഈ സാലറി നമുക്ക് 2 മാസം സാലറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താവും, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചോദിക്കണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബിറ്റ് കോയിൻ, ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ ബിസിനസ്, പലതും ഉണ്ട്. അതിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം റിയൽ എസ്റ്റേറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ബിൽഡ് വെൽത്ത് ആൻഡ് ക്രിയേറ്റ് പാസീവ് ഇൻകം. So think about planning, buy multiple investment properties that will help you to build wealth and create passive income.